സമ്മർദ്ദഘട്ടം കൊണ്ട് മോൻ എന്താ ഉദ്ദേശിച്ചേ? പിറകിൽ നിൽക്കുമ്പോൾ മുമ്പിലെത്തലോ? അപ്പൊ സെമി ക്വാർട്ടറൊക്കെ പോയോ? 2-2 നിൽക്കുമ്പോ ബർണബ്യൂല് 2017 എൽ ക്ലാസിക്കോ 92-ാം മിനിറ്റിൽ 12 സെക്കൻഡ് ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ അണ്ണാക്കിൽ കിട്ട് പൊട്ടിച്ചെന്ന ഓർമ്മയില്ല മെസ്സി 3-2 ആക്കിയത്? നിങ്ങൾ 11 കളിക്കാർ ഗ്രൗണ്ട് വീണ് തെരഞ്ഞതും 1.5 ലക്ഷം കാണികള് ബർണബ്യൂല് തലയിൽ കൈവച്ചിരുന്നതൊക്കെ ഓർമ്മയില്ലേ? അത് സമ്മർദ്ദഘട്ടമല്ല? പിന്നെ കൂടുതൽ ഫൈനൽ മെസ്സി കളിച്ചുകൊണ്ട് കൂടുതൽ ഗോൾ അടിച്ചിരുന്നോ? എടോ, റൊണാൾഡോ മെസ്സിയേക്കാൾ കൂടുതൽ കരിയർ മാച്ചും വർഷവും ഇയറും എല്ലാം കളിച്ചിട്ട് മെസ്സി കൂടുതൽ ഫൈനൽ എത്തിയെങ്കിലേ കൂടുതൽ സെമി ജയിക്കണം. എടോ, പുറകീന്ന് മുമ്പേ വരുന്ന കണക്ക് നീ നോക്കണ്ട. മെസ്സി വേഴ്സസ് റൊണാൾഡോ UCL നോക്ക്. 15 വർഷം രണ്ടുപേരും ഒരുമിച്ച് കളിച്ചതല്ലേ. ക്വാർട്ടർ, സെമി ആൻഡ് ഫൈനൽസ് കണക്ക് നോക്ക്. സ്കോർ ആർക്കാണ്? 41-16. മെസ്സിക്ക് പകുതി പോലും ഇല്ല റൊണാൾഡോയുടെ. പിന്നെ ഏറ്റവും കൂടുതൽ ഫൈനൽ മെസ്സി കളിച്ചത് മൊത്തം ഈ കോപ്പാഡറേയും സ്പാനിഷ് കപ്പും ഒക്കെയാണ്. അതുകൊണ്ടാണ് മെസ്സി 15 വർഷം സ്പെയിനിലായിരുന്നു. അതുകൊണ്ട് പിന്നെ UCL രണ്ട് ടോപ്പല്ലേ, ക്ലബ്സിലെ ഏറ്റവും ടോപ്പ് ലീഗ് UCL അല്ലേ. രണ്ടുപേരും 15 വർഷം കളിച്ച റെക്കോർഡ് മൊത്തം നോക്ക്, എല്ലാം നോക്ക്, എന്നിട്ട് പറയും. പിന്നെ റൊണാൾഡോയ്ക്ക് കരിയറൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞില്ലേ മെസ്സിനെക്കാളും കരിയർ കൂടുതലായിട്ട് മെസ്സിയാണ് റൊണാൾഡോയേക്കാൾ കൂടുതൽ തോൽവി തോറ്റിട്ടുള്ളത്. അതിൻ്റെ കൂടെ മെസ്സിയേക്കാൾ കൂടുതൽ തവണ ഫൈനൽ ജയിച്ചിട്ടുമുണ്ട് റൊണാൾഡോ. പിന്നെ 2017 എൽ ക്ലാസിക്കോ പറഞ്ഞല്ലോ, ക്യാമ്പ് നൗവിലെ വിൻഡോ ഒരു എൽ ക്ലാസിക്കോ നടന്നായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ റൊണാൾഡോ ഇറങ്ങി വന്നിട്ട് മെസ്സി ഒരു ഗോളും കൂടി അടിച്ച് 1-1 സ്കോർ. ലാസ്റ്റ് 15 മിനിറ്റ് ഡൈം മൂവ്മെന്റ്സാ. 80-ാം മിനിറ്റ് റൊണാൾഡോ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പോയി കൗണ്ടർ അറ്റാക്ക് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഓടിയിട്ട് ഒരു കട്ട് ചെയ്യും. ജെറാർഡ് പീക്കോനെ മൊത്തമായിട്ട് ഡിഫീറ്റ് ചെയ്തിട്ട് ഒരു ഷോട്ട് അടിക്കും, ടോപ്പ് കോർണർ സാധനം. എന്നിട്ട് അങ്ങ് മൂലയിൽ പോയിട്ട് മെസ്സിയുടെ തുണി അലക്കി അയൽ വെക്കുന്ന സെലിബ്രേഷൻ അല്ല, ജേഴ്സി വലിച്ചൂരി എളിയിൽ കൈ വെച്ചിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട് മോനെ. അന്ന് ബാർസലോണയിലെ ഏത് കാണികൾ പോലും മറക്കാത്ത സെലിബ്രേഷൻ. അത് ബാർസലോണ ഫാൻസിന്റെ നെഞ്ചിപ്പതിന് സെലിബ്രേഷൻ. പിന്നെ നീ പറഞ്ഞല്ലോ മെസ്സി അണ്ണാക്കി പൊട്ടിച്ചെന്ന്. റയൽ മാഡ്രിഡിലെ മെസ്സി അണ്ണാക്കി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ റൊണാൾഡോയ്ക്ക് ആസനത്തിൽ പൊട്ടിക്കാനും അറിയാം. എല്ലാം നോക്ക് കേട്ടോ.